നമസ്കാരം. കേരളത്തിൽ നിന്നുള്ള എംപിമാർ പാർലമെന്റിൽ വരാനിരിക്കുന്ന വഖഫ് നിയമ ഭേദഗതിയോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്ന് കർദിനാൾ ക്ലീമീസ് കാത്തോലിക്ക ബാവ പ്രസ്താവിച്ചിരിക്കുന്നു. KCBCയുടെ അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈസ്തവ സഭയുടെ അധ്യക്ഷനാണ് ഇത്തരമൊരു ആവശ്യം കേരളത്തിലെ ജനപ്രതിനിധികളോട് ഉന്നയിക്കുന്നത്. മുനമ്പം വിഷയത്തിൽ കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ മുനമ്പം നിവാസികളോട് കാട്ടിയത് വലിയ ചതിവാണ് എന്ന് ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ ഇപ്പോൾ വ്യക്തമായി മനസ്സിലാക്കുകയാണ്. അതായത് അദ്ദേഹം രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഒന്ന്, വഖഫ് നിയമത്തിൽ, നിലവിലുള്ള വഖഫ് നിയമത്തിൽ അന്യായമായ ഭരണഘടനാ വിരുദ്ധമായ പല വകുപ്പുകളുമുണ്ട്. ഈ വകുപ്പുകൾ അനുസരിച്ച് അന്യായമായ അധികാരങ്ങൾ കേരളത്തിലെ എന്ന് മാത്രമല്ല രാജ്യമെമ്പാടുമുള്ള വഖഫ് ബോർഡുകൾക്കുണ്ട്. ഏതെങ്കിലും ഒരാളുടെ വസ്തു ചൂണ്ടിക്കാട്ടി ഇത് തങ്ങളുടേതാണ് എന്ന അവകാശവാദം ഉന്നയിച്ചാൽ ആ അവകാശവാദത്തെ ചോദ്യം ചെയ്യാൻ ഈ നാട്ടിലെ കോടതികൾക്ക് അധികാരമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഭേദഗതി ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി കേരളത്തിലെ MPമാർ അനുകൂലമായി നിലപാട് സ്വീകരിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, മുനമ്പം വിഷയം അത് അത്ര വേഗം പരിഹരിക്കാൻ കഴിയുന്നതല്ല. ഇവിടെ ഇരിക്കുന്നവരെ കൊണ്ട് അത് പരിഹരിക്കാൻ കഴിയുന്നതല്ല. കാരണം അത് നിയമ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. മുനമ്പത്തെ ജനങ്ങൾക്ക് ഈ ഭൂമി വിറ്റ ഫറൂഖ് കോളേജിൻ്റെ അധികൃതർ തന്നെ പറയുകയാണ് അവർക്ക് ഈ ഭൂമി ദാനം ലഭിച്ചതാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിയമമനുസരിച്ച് എതിർവാദങ്ങൾ ഉന്നയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വകുപ്പുകൾ അതിലുണ്ട്. മുനമ്പത്തെ ജനങ്ങൾക്ക് ഇങ്ങനെ പോയാൽ അവർ ജനിച്ച അല്ലെങ്കിൽ അവർ പണം കൊടുത്തു വാങ്ങിയ വീടുകളിൽ നിന്ന് അവർ ഉടൻ തന്നെ കുടിയിറങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിയമ ഭേദഗതിക്ക് കൃത്യമായ പിന്തുണ കേരളത്തിലെ ജനപ്രതിനിധികൾ നൽകണം എന്നാണ് ഇപ്പോൾ കാത്തോലിക്ക ബാവ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇത് വലിയൊരു രാഷ്ട്രീയ ആവശ്യമാണ് അവർ കേരളത്തിലെ ഇടത് വലത് മുന്നണികളോട് ഉന്നയിക്കുന്നത്. വർഷങ്ങളായി കേരളത്തിലെ ഇടത് വലത് മുന്നണികളെ മാറി മാറി രാഷ്ട്രീയമായി സഹായം ചെയ്തിട്ടുള്ള ഈ നാട്ടിലെ ക്രൈസ്തവ സംഘടനകൾ ഇപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. ഈ ആവശ്യത്തോട് കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ, കേരളത്തിൽ നിന്നും ഇടതു വലത് മുന്നണികളിൽ നിന്നും ജയിച്ചു വന്നിട്ടുള്ള MPമാർ എന്ത് പ്രതികരണം നടത്തുമെന്ന് കാതോർത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. കാരണം ഈ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാരാണ്, നരേന്ദ്രമോദി സർക്കാരാണ്. ഇത്തരത്തിൽ വലിയ അന്യായം വഖഫ് നിയമത്തിൻ്റെ പേരിൽ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നിയമം ഭേദഗതി ചെയ്ത് നീതി നടപ്പാക്കാൻ തുനിഞ്ഞത്. പക്ഷേ വലിയ എതിർപ്പാണ് പ്രതിപക്ഷം ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലിനോട് കാണിക്കുന്നത്. കേരളത്തിൽ നിന്നും ഇടത് വലത് MLAമാർ ഒരുമിച്ച് ഏകകണ്ഠേന കേരള നിയമസഭ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ആ പ്രമേയം പാസ്സാക്കിയവരാണ് മുനമ്പത്തെ ജനങ്ങളോട് സഹതാപം പ്രകടിപ്പിക്കുന്നതും മുനമ്പത്തെ ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം നടത്തുമെന്നും തങ്ങൾ മുനമ്പം ജനതയോടാണ് ഒപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതും. ഇത് തീർച്ചയായും വലിയൊരു കാപട്യമാണ് എന്ന് ക്രൈസ്തവ സംഘടനകൾ തിരിച്ചറിയുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന കോടതി വിധി അതിന് ഏറ്റവും വലിയ തെളിവാണ്. അതായത് ഈ മുനമ്പം വിഷയം പരിഹരിക്കാനായി സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനെ വലിച്ച് തോട്ടിലെറിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ ഹൈക്കോടതി. ഇങ്ങനെ വഖഫ് ട്രിബ്യൂണലിൻ്റെ പരിഗണനയിലുള്ള ഒരു വിഷയത്തിൽ സർക്കാരിന് എന്ത് അധികാരമാണുള്ളത് എന്നാണ് ആ വിധിയിൽ ഹൈക്കോടതി ചോദിച്ചത്. ഇത് വ്യക്തമാക്കുന്നത് ഈ ഭാരതത്തിൽ നിലവിലിരിക്കുന്ന കരിനിയമത്തിൻ്റെ അല്ലെങ്കിൽ ആ കരിനിയമം ഭേദഗതി ചെയ്യാനുള്ള ഒരാവശ്യം തന്നെയാണ്. വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ നിന്നും അത് വഖഫ് ഭൂമിയാണ് എന്ന അവകാശവാദത്തിൻ്റെ പേരിൽ അവിടെ നിന്നും കുടിയിറങ്ങേണ്ടി വരുന്ന 600ഓളം കുടുംബങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ കേരളത്തിലെ ഇടതു വലത് മുന്നണികൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അവരിപ്പോഴും രാഷ്ട്രീയ കാപട്യം ചെയ്യുകയാണ് മുനമ്പത്തെ ജനതയോട്. ആ രാഷ്ട്രീയ കാപട്യം ഇന്ന് ക്രൈസ്തവ സഭകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു, പ്രത്യേകിച്ചും കത്തോലിക്ക സഭ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് KCBCയുടെ അധ്യക്ഷന്റെ ഈ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാക്കുന്നത്. KCBCയുടെ അടക്കം പിന്തുണയോടുകൂടി കേരളത്തിൽ നിന്നും ജയിച്ചു പോയിട്ടുള്ള ജനപ്രതിനിധികൾ ഈ ബില്ലിനെ ഇനി അനുകൂലിക്കുമോ പ്രതികൂലിക്കുമോ എന്നറിയാൻ താല്പര്യത്തോടു കൂടി കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ.
ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.